നടൻ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് പരാമർശം നടത്തിയ നടൻ ആസിഫ് അലിക്കെതിരെ വ്യാപക വിമർശനം. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത്. രാത്രി 8 മണിയോടെ ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. സിനിമാ ലോകവും ആരാധകരും നവാസിന്റെ വിയോഗത്തിൽ ഞെട്ടലിലാണ്. ഇതിനിടെയാണ് ആസിഫിന്റെ പരാമർശം. ഒരു പരിപാടിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അതിനാൽ ഉള്ള സമയം നല്ലപോലെ ജീവിക്കണമെന്നും ആസിഫ് പറയുന്നു. ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഭവൻ നവാസിക ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല എന്നതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ലൊക്കേഷനിലുണ്ടായിരുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന്. അത്രയും അസ്ഥിരമാണ് ജീവിതം. നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒന്നു മാത്രമാണ്, ഈ സമയം അടിപൊളിയാക്കുക എന്നാണ് ആസിഫ് പറഞ്ഞത്. വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇമാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടിയിരുന്നില്ല. അവിടെ ഒരാൾ മരണപ്പെട്ടു കിടക്കുന്നു. ആ മനുഷ്യന് വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. പകരം അടിപൊളിയാക്കാമെന്ന്. കഷ്ടം. ഇങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ പോകുന്നു കമന്റുകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.